Technology advantage of Tally. ടാലിയിലെ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡാറ്റ റിലയബിലിറ്റി. ടാലി പ്രൊവൈഡ്സ് ഹൈ റിലയബിലിറ്റി ഓഫ് ഡാറ്റ. ഡാറ്റ സെക്യൂരിറ്റി. നെക്സ്റ്റ് ടാലി ഓഡിറ്റ്. ടാലി വോൾട്ട്. യൂസർ ഡിഫൈൻഡ് സെക്യൂരിറ്റി ലെവൽസ്. Simple and speedy installation. Unlimited multi-user support. Internal backup or restore. Removal of data into separate company. Multi-directory for company management. Import and export of data. Graphical analysis of data. Web-enabled facility. Ability to publish report and documents on internet. Direct internet access. Free preview. ഇത്രയുമൊക്കെ ടാലിയുടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഇനി സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് ടാലിയിൽ അവൈലബിൾ ആവുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ രീതിയിലുള്ള സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. സെക്യൂരിറ്റി കൺട്രോൾ. Security control is the most important option of Tally. Tally has very powerful security system. It is customizable also. We can set up different authority levels for security control and users can be placed at these levels. The authority levels or types of security decides the right of users, what they can or cannot do when they using Tally. Security control includes three aspects. First one, enabling security control, define security level, create users. Tally security control features enable ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് നമുക്ക് ഏതൊക്കെ അതോറിറ്റി ലെവലിനാണ് ഏതൊക്കെ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ലെവലിൽ മാത്രമുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഓരോ ഇൻഫോർമേഷനും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ടോപ്പ് ലെവലിന് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ടാലിയിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുള്ളൂ. ഇനി ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് നമ്മുടെ ഡാറ്റ എൻട്രി ഫീച്ചേഴ്സ് മാത്രമാണ് എനേബിൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് ആ ഡാറ്റ എൻട്രി മാത്രമേ അതിൽ പോസിബിൾ ആവുള്ളൂ. ഇങ്ങനെ ഓരോ ലെവലിലുള്ള ആൾക്കാർക്കും എന്തൊക്കെ ഫീച്ചേഴ്സ് ടാലിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചേഴ്സിലെ 3 ആസ്പെക്ട് ഉണ്ട്. ഫസ്റ്റ് വൺ എനേബിളിംഗ് സെക്യൂരിറ്റി കൺട്രോൾ, നെക്സ്റ്റ് വൺ ഡിഫൈനിങ് സെക്യൂരിറ്റി കൺട്രോൾ, തേർഡ് വൺ ക്രിയേറ്റ് യൂസേഴ്സ്. എനേബിൾ ചെയ്യാൻ സെക്യൂരിറ്റി കൺട്രോൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവാം. കമ്പനി ഇൻഫോർമേഷൻ എടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ മതി. ആ സ്ക്രീനിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ ആൻഡ് സെറ്റ് ദി ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ യെസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ അവരിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്ററുടെ പേര്, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, പിന്നെ യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ്, അത് നമ്മൾ യെസ് കൊടുക്കണം. എന്നാലും ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡിസലൗ ഓപ്പണിംഗ് എഡ്യൂക്കേഷണൽ മോഡ്. ഈ എഡ്യൂക്കേഷണൽ മോഡിലുള്ള ടാലി ആണെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡിസലൗ ചെയ്യണം. നമ്മൾ കമ്പനി മോഡിൽ ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷൻ മോഡ് ആക്റ്റീവ് ചെയ്ത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ യെസ് കൊടുക്കുക. ആ യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചറിന്റെ സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ പേര്, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചർ എനേബിൾ ആവും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻഡ് സെക്യൂരിറ്റി കൺട്രോൾ ആണ്. ഈ ഡിഫൈൻഡ് സെക്യൂരിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റി കൺട്രോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് മാനേജർ ലെവലിലും ഒന്ന് അക്കൗണ്ട് ലെവലിലും ഒക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഏതൊക്കെ ലെവലിലുള്ള ആൾക്കാർക്കാണ് വ്യൂ ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെക്യൂരിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്.
അതിനുവേണ്ടി നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, കമ്പനി ഇൻഫോർമേഷൻ എടുക്കുക, സെക്യൂരിറ്റി കൺട്രോളിൽ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എടുക്കുക. ഈ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 3 പ്രീ ഡിഫൈൻഡ് സെക്യൂരിറ്റി ലെവൽ വരും. അതായത് ഡാറ്റ എൻട്രി ലെവല്, ടാലി നെറ്റ് യൂസർ, ടാലി നെറ്റ് ഓഡിറ്റർ, ഇങ്ങനെ 3 ലെവലായിട്ട് കാണിക്കും. ഇതിൽ ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് this is predefined security level which allows basic access to enter vouchers in Tally. Here we can give basic access of entering data and allowed back data entry for 1 day so that data entry can be used to the security level for accountant. Backdated entry is the process of entering transaction prior to current date. These facilities are required for entering vouchers which might be omitted or oversight or adjusted certain account. To allow backdated entry, press enter. Weekend cursor is a data entry field in your screen appear. അതിനകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം ഓഫ് സെക്യൂരിറ്റി ഡാറ്റ സെക്യൂരിറ്റി ലെവൽ എന്ന് കാണിക്കും. അതിൽ നിങ്ങൾ നോക്കിയിട്ട് ഡാറ്റ എൻട്രി കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് ഡേറ്റഡ് ആണെങ്കിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ബാക്ക് ഡേറ്റ് സെക്യൂരിറ്റി എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് ഡാറ്റ എൻട്രി ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ലെവലിനെയാണ് ഡാറ്റ എൻട്രി ലെവൽ എന്ന് പറയുന്നത്. വൗച്ചർ എൻട്രീസ് ഒക്കെ ടാലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഡാറ്റ എൻട്രി ലെവൽ എന്ന് പറയുന്നത്. ഈ ഡാറ്റ എൻട്രി ലെവലിൽ തന്നെ നമുക്ക് ബാക്ക് ഡേറ്റഡ് എൻട്രിയും കൊടുക്കാവുന്നതാണ്. ഈ ബാക്ക് ഡേറ്റഡ് എൻട്രി എന്ന് പറയുന്നത് സപ്പോസ് ഇന്നത്തെ ഡേറ്റ്, ഇന്നത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ഇന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബാക്ക് ഡേറ്റഡ് എൻട്രി എന്ന് പറയുന്നത്. ചിലപ്പോൾ വൗച്ചേഴ്സിലൊക്കെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു വൗച്ചറൊക്കെ എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ് ആ എൻട്രി ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ എൻട്രി ചെയ്യുന്നതിനാണ് ബാക്ക് ഡേറ്റഡ് എൻട്രി എന്ന് പറയുന്നത്. ഈ ബാക്ക് ഡേറ്റഡ് എൻട്രിയും ഡാറ്റ എൻട്രിയിൽ വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ ബാക്ക് ഡേറ്റഡ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലൗ ബാക്ക് ഡേറ്റഡ് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ യെസ് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ലെവൽ ഫീച്ചേഴ്സ് വരും. അതിൽ ചോദിക്കും നെയിം ഓഫ് സെക്യൂരിറ്റി ലെവൽ ഏതാണ്, ബേസിക് ഫെസിലിറ്റി ഡാറ്റ എൻട്രി കൊടുക്കുക, എത്ര ദിവസം മുന്നേ ഉള്ളതാണ് നമ്മൾ ബാക്ക് ഡേറ്റഡ് കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം അത് കൺട്രോൾ അടിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീന് സേവ് ചെയ്യാവുന്നതാണ്. ഇനി മാനേജേഴ്സിനാണ് നമ്മൾ ലെവൽ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ മാനേജർ ലെവലിനാണെങ്കിൽ മാനേജർക്ക് വെറും ഡാറ്റ എൻട്രി മാത്രം പോരാ, അഡീഷണൽ ഫീച്ചേഴ്സ് വേണ്ടി വരും. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ബാക്ക് ഡേറ്റഡ് വൗച്ചർ ഒക്കെ ആണെങ്കിൽ മാനേജേഴ്സിന് സപ്പോസ് മാനേജേഴ്സിന് തന്നെ ഈ ഒരു ബാക്ക് ഡേറ്റഡ് വൗച്ചർ ഉണ്ട്, അങ്ങനെയാവുന്ന സമയത്ത് 5-6 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷം പെർമിഷൻ കൊടുത്തതിന് ശേഷം മാത്രം എൻട്രി ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിന് ഹയർ പെർമിഷൻ കൊടുക്കാവുന്നതാണ്. അതിനെ ക്രിയേറ്റ് ചെയ്യണം. മാസ്റ്റേഴ്സ് ക്രിയേറ്റ് എഡിറ്റ് മാസ്റ്റേഴ്സ് ആൻഡ് വൗച്ചേഴ്സ് ബട്ട് കനോട്ട് ഡിലീറ്റ്. ടു ഡു വി ഷുഡ് ക്രിയേറ്റ് ന്യൂ സെക്യൂരിറ്റി ലെവൽ. അതിൽ നമ്മളൊരു പുതിയൊരു സെക്യൂരിറ്റി ലെവൽ ക്രിയേറ്റ് ചെയ്യണം. ആ സെക്യൂരിറ്റി ലെവൽ ഫോർ കമ്പനി എടുക്കുക. അപ്പൊ നിങ്ങളോട് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ലെവൽ ചോദിക്കും. ഡാറ്റ എൻട്രി, ടാലി നെറ്റ് യൂസർ, ടാലി ഓഡിറ്റർ. പിന്നെ അന്ന് കഴിഞ്ഞിട്ട് വരുന്നതിൽ നമ്മൾ മാനേജർക്കാണെങ്കിൽ നമ്മൾ മാനേജർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വി വിൽ ഗെറ്റ് എ ന്യൂ സെക്യൂരിറ്റി ലെവൽ സ്ക്രീൻ where we can allow or disallow tally features. അപ്പൊ നമുക്ക് മാനേജറിന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു പുതിയൊരു സെക്യൂരിറ്റി അലോ സ്ക്രീൻ വരും. അവിടെ നമുക്ക് ആവശ്യമുള്ളത് അലോ ചെയ്യോ അല്ലെങ്കിൽ ഡിസലോ ചെയ്യോ ചെയ്യാം. നോർമലി ബേസിക് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഡാറ്റ എൻട്രി ആണെങ്കിൽ നമ്മൾ ഡാറ്റ എൻട്രി കൊടുക്കുക. എത്ര ദിവസമാണ് ഈ ബാക്ക് ഡേറ്റഡ് എൻട്രി അടിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പം നമ്മൾ 5-6 ദിവസം ആണെങ്കിൽ ആ ദിവസം കൊടുക്കുക. അതുപോലെ കട്ട് ഓഫ് ഡേറ്റ് ഫോർ ബാക്ക് ഡേറ്റഡ് വൗച്ചറിന്റെ കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ തീരുമാനിക്കാം. പിന്നെ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. കണക്ട് കമ്പനി. then use tally net authentication കൊടുക്കുക. then disallow facilities കാണിക്കും. സെലക്ട് നമുക്ക് ഡിസലോ ചെയ്യുന്ന ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് മാനേജേഴ്സിനെ ഡിസലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീന് സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പ് പഠിച്ചു. നമ്മൾ
എനേബിൾ ചെയ്തു, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇനി ക്രിയേറ്റ് യൂസർ കൊടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് ക്രിയേറ്റ് യൂസർ ആണ്. യൂസർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, കമ്പനി ഇൻഫോർമേഷൻ എടുക്കുക, സെക്യൂരിറ്റി കൺട്രോളില് യൂസേഴ്സ് ആൻഡ് പാസ്വേഡ് കൊടുക്കുക. ഇനി മാനേജർ സെക്യൂരിറ്റി ലെവലിലാണ് നമ്മള് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ മാനേജറാണ് അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ അക്കൗണ്ടന്റ് ആണെങ്കിൽ അവിടെ അക്കൗണ്ടന്റ് ആയിരിക്കും പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അവര് ഓരോരുത്തരും അവരവരുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് അവിടെ. എഡിറ്റിംഗ് ഓഫ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇനി യൂസർ നെയിമും പാസ്വേഡും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയില് കമ്പനി ഇൻഫോർമേഷനിൽ Alt F3 പ്രസ് ചെയ്ത് സെക്യൂരിറ്റി കൺട്രോളില് യൂസർ ആൻഡ് പാസ്വേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാസ്വേഡിന് നെസസറി ചേഞ്ചസ് വരുത്താൻ കഴിയും. ഒരു യൂസറെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സിംപ്ലി ബ്ലാങ്ക് ഔട്ട് യൂസർ നെയിം ആൻഡ് ആക്സെപ്റ്റ് ദി സ്ക്രീൻ. ഇതേ സംഭവം തന്നെയാണ് സെക്യൂരിറ്റി ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് ടാലി ഓഡിറ്റ്. Tally allows track user activity by enabling an audit feature in security control. Tally audit provides the capability to the administrator to track changes in the account following his previous review. Tally audit features should be enabled while creating company and authority list. Only a user designated as an auditor or administrator can view, audit and list and act upon it. By using this feature, management can analyze the performance of staff in an effective way and track changes made by users. Voucher date changes, ledger master changes, changes made in accounts in vouchers. ടാലി ഓഡിറ്റ് ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ കമ്പനി ഇൻഫോർമേഷനിൽ എടുക്കുക, അത് എവിടെ പോയി കഴിഞ്ഞ് ഓൾട്ടർ കൊടുക്കുക. ഓൾട്ടർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റി കൺട്രോളിന്റെ അണ്ടറിലായിട്ട് യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലി ഓഡിറ്റ് ഫീച്ചർ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. In order to accept an entry made in Tally, administrator should log into Tally with a password which has right to accept audit entry. Gateway of Tally പോയി display statement of accounts Tally audit user എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ആ എൻട്രി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ യൂസർ എൻട്രി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കും. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോ ഡാറ്റ എൻട്രി ഡീറ്റെയിൽസ് ആണെങ്കിൽ അവർ എൻട്രി ചെയ്തിട്ടുള്ള, സപ്പോസ് ഒരുപാട് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഓരോരുത്തർക്കും ഡാറ്റ എൻട്രി ചെയ്ത സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ അതിലെന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓൾട്ടേർഡ് വൗച്ചേഴ്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു വൗച്ചറിന്റെ ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൗച്ചറിന്റെ ആക്സെപ്റ്റൻസ് ചെക്ക് ചെയ്യാം. ഈ വെരിഫിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ആക്യുറസി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് F7 സൈഡിലുണ്ടാവും. ആ F7 അടിച്ചിട്ട് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആക്സെപ്റ്റ് ആവുന്നതായിരിക്കും. വെറും F7 ആണെങ്കിൽ ഒരു സിംഗിൾ വൗച്ചർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Alt plus F7 ആണെങ്കിൽ നമ്മൾ എല്ലാ വൗച്ചേഴ്സും, ഒരു മന്തിൽ എൻട്രി ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചേഴ്സും ആക്സെപ്റ്റ് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Alt F7 ആണ്. ഇനി ഏതെങ്കിലും ഒരു വൗച്ചറിൽ ഓൾട്ടർ ചെയ്തു, ഒരാൾ ഓൾട്ടർ ചെയ്തു, അപ്പൊ നമുക്ക് ആരാണ് ഈ ഓൾട്ടർ ചെയ്തതെന്നുള്ളത്
ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടാലിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ ഡേ ബുക്കിൽ പോകാം. ഈ ഡേ ബുക്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൗച്ചർ ഡേറ്റ് ഓഫ് റിഫ്രഷ്മെന്റ് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. കോൺഫിഗറേഷൻ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. കോൺഫിഗറേഷൻ വിൻഡോ പ്രസ് ചെയ്യാൻ നിങ്ങൾ ഡേ ബുക്കിൽ പോയിട്ട് F12 പ്രസ് ചെയ്താൽ മതി. ആ കോൺഫിഗറേഷൻ വിൻഡോയിൽ നമുക്ക് കാണിക്കും ഓൾട്ടർ ചെയ്തത്, അതായത് ഫോർമാറ്റ്, ഷോ എൻറ്റേർഡ് ഓൾട്ടേർഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ സെറ്റ് ചെയ്ത് യെസ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഓൾട്ടർ ചെയ്ത യൂസർ ആരാണെന്നുള്ളത്. നെക്സ്റ്റ് ടാലി വോൾട്ട്. Tally Vault is a kind of security feature built in Tally. It is used for encrypting organizations' information. The security of data, financial or otherwise, has always been a matter of concern. Most businesses depend on confidentiality of information. Tally Vault is an enhanced security system which allows for encryption of the company. ഓർഗനൈസേഷന്റെ ഇൻഫോർമേഷൻ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാലി വോൾട്ട് പാസ്വേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തുടങ്ങിയ സമയത്ത് കമ്പനി ക്രിയേഷന്റെ സമയത്ത് ടാലി വോൾട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാം. ടാലി വോൾട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാലി വോൾട്ട് പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് കമ്പനിയിൽ പിന്നെ ഓൾട്ടർ ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. Go to Gateway of Tally, press Alt F3, Company Information menu എടുക്കുക. അതിൽ Change Tally Vault എടുക്കുക. In Change Tally Vault screen, select Required Company. ഇനി രണ്ടോ മൂന്നോ കമ്പനികൾ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കമ്പനി ഏതാണോ ആ കമ്പനി നമ്മൾ എടുക്കുക. എന്നിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. നല്ല സ്ട്രെങ്ത് ഉള്ള പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നെ റീ എൻ്റർ ചെയ്യുക പാസ്വേഡ്. പിന്നെ അത് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാലി വോൾട്ട് പാസ്വേഡ് ആക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ഒരു പ്രാവശ്യം ഈ കമ്പനിയുടെ ഡാറ്റ ടാലി വോൾട്ട് പാസ്വേഡ് യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി സ്ക്രീനിൽ നമ്മുടെ കമ്പനീന്റെ നെയിമും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറും ഒന്നും വിസിബിൾ ആവില്ല. In company information നമ്മൾ പോയിട്ട് press select company screen with encrypted company is displayed as shown. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടാലി പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ബെറ്റർ ഫീച്ചർ ആണ് ടാലി വോൾട്ട് പാസ്വേഡ് എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ഡാറ്റ അവൈലബിൾ ആവുന്നുള്ളൂ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലി വോൾട്ട് പാസ്വേഡ് കമ്പനീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കപ്പ്. കീപ്പിംഗ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് സേഫ്. Data on the computer is subjected to different type of threats. There is always possibility of being harmed by system crash, unauthorized usage, etc. And any data loss cannot be recovered. Therefore, it is always advisable to take a backup tally data in frequent intervals and store it into different places. Tally has flexible backup mechanism wherein we can take backup of the data from virtual any storage medium into any other medium. The safest and easiest media of keeping data backup is a removable disk or pen drive or compact disk. ടാലി നമുക്ക് ഡാറ്റ ബാക്കപ്പ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോകുക. എന്നിട്ട് കമ്പനി ഇൻഫോർമേഷൻ എടുക്കുക. അവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. In backup, companies discount the screen by defaulting cursor at the name of company. ഏത് കുറേ കമ്പനികൾ ഉണ്ടെങ്കിൽ ഏത് കമ്പനീൻ്റെതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണേ. Then next വരിക സോഴ്സ് ആണ്. It is the source folder that contains data for which backup has to be taken. ഏതിന്റെ ബാക്കപ്പ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. Then next destination.
This is the medium where the backup file is to be stored in Tally. ഇവിടെയാണ് സ്റ്റാർട്ടിലെ ബാക്കപ്പ് ഫയൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറയുന്നതിനാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് കമ്പനികൾ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് കമ്പനീൻ്റെതൊക്കെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനുശേഷം ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. Then restoring facility. Restoring the data currently using may damage, corrupt or lost due to so many reasons. In such a case, we can restore company using very recent backup available. To restore this data, we can follow following steps. അതായത് ഒരു ഡാറ്റ റീസ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് connect to the pen drive to the computer and access the device. Second one, open Tally software. Select company information menu by clicking on company information button or press Alt F3. Third one, select restore and press enter. Then restoration screen appears. The source becomes pen drive and destination is the data folder or Tally software. Fill in the source and destination. Press enter to move on the backup field where we select list of backup companies. The list contains system generated code, data and time of backup etc. Select all items from the list to store all companies or select individual companies to restore. Select the company only. Next, after selecting companies, press enter and save the screen. Tally will start restoration and complete the process immediately. All the selected companies will have restored. Check the daybook to confirm that all latest data are on original state. ഇങ്ങനെയാണ് നമ്മൾ ടാലിയിൽ റീസ്റ്റോറിംഗ് നടത്തുന്നത്. നെക്സ്റ്റ്, മെർജ് കമ്പനി ഡാറ്റ ഇൻ ടാലി. എങ്ങനെയാണ് കമ്പനി ഡാറ്റ ടാലിയിൽ മെർജ് ചെയ്യുന്നത് നോക്കാം. Merging company data is the act of putting together data containing masters and transaction of one or more companies into another company to form data of a single company by way of export. To merge data, we need to export the data from one company to another company using XML format. The process of merging of companies is broadly classified into following steps. Export data and import data. ഒരു കമ്പനി മെർജ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ എക്സ്പോർട്ടും കമ്പനി മെർജ് ചെയ്യുന്നില്ല, കമ്പനി ഡാറ്റ ഇൻ ടാലി മെർജ് ചെയ്യുന്ന സ്റ്റെപ്പിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് ഡാറ്റയും അതുപോലെ ഇമ്പോർട്ട് ഡാറ്റയും. എക്സ്പോർട്ട് ഡാറ്റ മീൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എക്സ്പോർട്ട് മാസ്റ്റേഴ്സ് ആൻഡ് എക്സ്പോർട്ട് വൗച്ചേഴ്സ് ആണ്. ഇമ്പോർട്ട് ഡാറ്റ ആകുമ്പോൾ ഇമ്പോർട്ട് മാസ്റ്റേഴ്സ് ആൻഡ് ഇമ്പോർട്ട് വൗച്ചേഴ്സ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് എക്സ്പോർട്ട് മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് മാസ്റ്റേഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ടാലി എടുക്കുക, എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോയിട്ട് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. അതിൽ ഓൾട്ട് ഇ അല്ലെങ്കിൽ നമ്മൾ പ്രസ് ഇ എക്സ്പോർട്ട് എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി. അന്നത്തെ സമയത്ത് നമുക്ക് എക്സ്പോർട്ട് ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് നമ്മുടെ മുൻപിൽ അപ്പിയർ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ലാംഗ്വേജ് ഫീൽഡിൽ ഡീഫോൾട്ട് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് ഫീൽഡിൽ XML സെലക്ട് ചെയ്യുക. By default, export location is the default application folder, or you can enter a folder of your choice. By default, master XML appear in output file name, or you can enter a name of your choice. In type master selected, all masters from type masters are displayed. Accept
the export masters. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ദെൻ എക്സ്പോർട്ട് വൗച്ചേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ ഡേ ബുക്കിൽ പോവുക, ഓൾ ടി അല്ലെങ്കിൽ എക്സ്പോർട്ട് എടുക്കുക. അപ്പൊ ഡേ ബുക്ക് സ്ക്രീൻ അപ്പിയർ ചെയ്യും. അതിനകത്ത് ലാംഗ്വേജ് ഫീൽഡിൽ നമ്മൾ ഡീഫോൾട്ട് കൊടുക്കുക. ഫോർമാറ്റ് ഫീൽഡിൽ XML സെലക്ട് ചെയ്യുക. അതിൽ ഡീഫോൾട്ടിൽ എക്സ്പോർട്ട് ലൊക്കേഷൻ ഡീഫോൾട്ട് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ബൈ ഡീഫോൾട്ട് ഡേ ബുക്ക് ഡീഫോൾട്ട് ചെയ്യുന്നതിലൂടെ XML അപ്പിയർസ് ഇൻ ഔട്ട്പുട്ട് ഫയൽ നെയിമിൽ, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഫയൽ നെയിമിൽ നമ്മുടെ ഒരു ഫയലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ വൗച്ചേഴ്സ് ആണ് വ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓൾ വൗച്ചേഴ്സ് ഫ്രം ഡേ ബുക്ക് അപ്പോൾ വിസിബിൾ ആവും. അതിൽ നമുക്ക് വേണ്ട വൗച്ചർ സെലക്ട് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എക്സ്പോർട്ട് ഡീറ്റെയിൽസ്. ദെൻ ഇമ്പോർട്ട് ചെയ്യാനാവുന്ന സമയത്ത് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ ഇമ്പോർട്ട് ഡാറ്റ മാസ്റ്റേഴ്സ് കൊടുക്കുക. അപ്പൊ ഇമ്പോർട്ട് ഡാറ്റ മാസ്റ്റർ സ്ക്രീൻ അപ്പിയർ ചെയ്യും. അപ്പൊ ഇമ്പോർട്ട് ഫയലിന്റെ ഡീറ്റെയിൽസ്, ട്രീറ്റ്മെന്റ് ഓഫ് എൻട്രീസ് ഓൾറെഡി എൻറ്ററിങ് എക്സിസ്റ്റിംഗ് ഉള്ള രണ്ട് ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ നമ്മൾ വൗച്ചേഴ്സ് ആണെങ്കിൽ വൗച്ചേഴ്സിന്റെ സ്ക്രീൻ എടുക്കുക. അതായത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോയിട്ട് ഇമ്പോർട്ട് ഡാറ്റ വൗച്ചർ സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ഫയൽ നെയിം XML ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ട് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് F12 കോൺഫിഗറിൽ പോയിട്ട് അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ ഫീച്ചർ എനേബിൾ ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ. സ്പ്ലിറ്റ് മീൻസ് divide any large data into subpart. In Tally software, we can keep and maintain data for many years. There is no concept of closing of accounts in Tally, but business people want some privacy in previous year's data. They need not want to show previous year's data in current year balance sheet and profit and loss account. For this purpose, Tally provides the benefit of splitting data. Pre-split activity. എന്താണ് pre-split activity നോക്കാം. Before you should split data, you should ensure that all unadjusted forex gain or loss have been fully adjusted by journal entries. Verify that the item does not appear in balance sheet. And then you should ensure there are no purchase bills or sales bills to come. Check the profit and loss account and inventory statements. Then ensure the backup of the data exists. എങ്ങനെ നമുക്കിനി സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നുള്ളത് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഓൾട്ട് F3 കമ്പനി ഇൻഫോർമേഷനിൽ പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് 2-3 കമ്പനികൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഡീറ്റെയിൽസ് വരും. അതിൽ ഏത് കമ്പനിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ഡാറ്റയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്പ്ലിറ്റ് ഡാറ്റ ആയിട്ട് അത് കിട്ടും. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂ കമ്പനീസ് ആർ ക്രിയേറ്റഡ് ഫോർ റെസ്പെക്റ്റീവ് സ്പ്ലിറ്റ് പീരീഡ് ഓർ ഫുൾ ഡാറ്റ ഈസ് റീറ്റെയിൻഡ് ഇൻ ഒറിജിനൽ കമ്പനി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഫീച്ചർ ആണ് ടാലി ODBC. Tally is an ODBC enabled application. Open database connectivity is an interface for accessing data in heterogeneous environment of database system. ODBC is an application program interface specification that allows application to access multiple database systems using structured query language. There are two types of connectivity with the ODBC, namely outward connectivity and
inward connectivity. രണ്ട് ടൈപ്പ് കണക്ടിവിറ്റി ആണ് ODBC റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഒന്ന് ഔട്ട്വേർഡ് കണക്ടിവിറ്റിയും രണ്ടാമത്തേത് ഇൻവേർഡ് കണക്ടിവിറ്റിയും. എന്താണ് ഔട്ട്വേർഡ് കണക്ടിവിറ്റി നോക്കാം. എന്താണ് അത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള കാര്യം എന്നുള്ളത് നോക്കാം. Using outward connectivity feature of Tally, we can transfer data between programs without adding programming. The user can transfer data from Tally to Microsoft Word or Excel. Using outward connectivity feature, we can do the create labels for greeting cards from ledger addresses stored in Tally. Create templates for audit reports and forms and plug in data from Tally. Tally database is now open for use in most popular programs for creating our own reports using update to data from Tally. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ODBC ഫീച്ചർ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. Using ODBC feature in Tally, the user can extract necessary data in Excel and generate required report. To extract data from Tally in Excel, execute the following step. First one, start Tally. Ensure the words ODBC service is visible in information panel under configurations section of Tally screen. Then you should open Excel worksheet. Then go to data from other source. Then from Microsoft Core. Choose Tally ERP9 source. Then click OK. The screen displayed above appears when Tally ERP9 X is 64-bit. The Core Wizard window then open. Then select voucher. Expand the list under ledger and select required field and move the required field on right side. Then you should click next. Map the parent as sundry debtors. Click next. Then click to save. Then click on finish. Now customer data can also be seen in Excel sheet. Click OK in import data window to import data in Excel. Then press OK. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ODBC ടാലിയിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വെബ് എനേബിൾഡ് റിപ്പോർട്ടിംഗ്. Email and internet publishing are the web-enabled features available in Tally ERP9. This facility of Tally ERP9 reduces paperwork, reports, reminder letters, statement of accounts, invoice and purchases order can be emailed directly from Tally ERP9. Thus, the user does not have to send printed invoice or purchase orders. അതായത് വെബ് എനേബിൾഡ് ഫെസിലിറ്റി ടാലിയിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഇൻവോയ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഓർഡേഴ്സ് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെബിലൂടെ തന്നെ നമുക്ക് ഈ റിപ്പോർട്ടുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. വെബ് മീൻസ് ഇന്റർനെറ്റോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർനെറ്റിൽ ഇമെയിലിംഗ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ ആവുന്ന സമയത്ത് we can send email ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ we can send invoices to our customers or purchase order to supply by email. Even reminder letter and statement of accounts need not be printed and posted. Simply email them. നമുക്ക് റിമൈൻഡർ ലെറ്ററോ അല്ലെങ്കിൽ വേറെ ഒരു ലെറ്റർ പോലും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഇമെയിൽ ചെയ്താൽ മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിംഗിൽ ലെഡ്ജേഴ്സിൽ പോയിട്ട് ക്ലിക്ക് ഇമെയിലിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ സമയത്ത് മെയിലിംഗ് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിംഗ് സ്ക്രീൻ അപ്പിയർ ചെയ്യും. ആ സ്ക്രീനിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇമെയിൽ സെർവർ എന്ന് പറയുന്നുണ്ട്,
അപ്പോൾ നമ്മുടെ ഇമെയിൽ സെർവർ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിനുള്ള ഓപ്ഷൻ കൊടുക്കുക. ഫ്രം, അതായത് ഏത് കമ്പനിയാണെന്നുള്ളത്. ദെൻ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് സെലക്ട് ചെയ്യുക, ഏത് റെസൊല്യൂഷനിലാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ ടു ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുക, CC, അതായത് കോപ്പി ഓഫ് വേണമെന്നുള്ളതാണ്. നമ്മൾ റിക്വയർഡ് ഇമെയിലിന്റെ കോപ്പി വേറെ ഏതൊരു റെസിപ്പിയന്റിനും കൂടി വേണമെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അഡീഷണൽ ടെക്സ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഇമെയിലിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. ദെൻ പ്രിന്റ് പ്രിവ്യൂ. ടാലി ERP9 നമുക്ക് പ്രിന്റ് പ്രിവ്യൂ ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് പ്രിവ്യൂ ഫീച്ചർ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ സപ്പോസ് നമുക്ക് ട്രയൽ ബാലൻസിന്റെ പ്രിവ്യൂ ആണ് കാണേണ്ടതെങ്കിൽ ട്രയൽ ബാലൻസ് എടുക്കുക, ക്ലിക്ക് ഓൺ പ്രിന്റ് ആൻഡ് ക്ലിക്ക് ബട്ടൺ ഓൺ വിത്ത് പ്രിവ്യൂ. നെക്സ്റ്റ്, ഇന്റർനെറ്റ് പബ്ലിഷിംഗ്. Tally help make commercial use of your web space with the ability to publish all reports and documents on your website. For this purpose, it creates report in web language HTML that Tally directly put on your website. You can use this feature to inform customer the new price range and stock available for sale. Tally has ensured that this transmission of data is secure by using world standard encryption of data. Next feature is upload data. Any report, statement or data can be published on internet. Publishing is carried out by uploading the report to an internet server that has been configured to accept files in specific protocol. A site is basically a specific directory space allotted to you on that server. Protocol sets are ruled and specification on how data and files are transferred over a network and cover all aspects of communication between computers, including content formatting and error control. നമുക്ക് ഒരു പ്രൈസ് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യേണ്ടത് എങ്കിൽ, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പ്രൈസ് ലിസ്റ്റ് എടുക്കുക. ഇൻവെന്ററി ഇൻഫോർമേഷൻ ആകുന്ന പ്രൈസ് ലിസ്റ്റ് എടുത്തിട്ട് ക്ലിക്ക് അപ്ലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മതി. നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടാലിക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. സർട്ടൻ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുണ്ടാകും. അപ്ലോഡ് ടു വെബ്, അപ്ലോഡിങ് ബില്ലാണെങ്കിൽ നമ്മളോട് ഓരോന്ന് ചോദിക്കും. വെബ് പേജ്, അതുപോലെ URL സെക്യൂർ സെർവർ ആണോ, ഇങ്ങനെ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് പ്രസ് ചെയ്യാൻ പറയും, ഫോർമാറ്റ് എങ്ങനെ വേണം, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കും. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. Then local online report. This is local or online support. This is a local health system which displays the health screen relevant to the topic by just clicking on the button provided in Tally ERP9. നമുക്ക് ക്യാഷ് ഫ്ലോന്റെ ഇൻഫോർമേഷൻ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോവുക, ക്യാഷ് ഫോർ ഫണ്ട് ഫ്ലോ എടുക്കുക. ക്യാഷ് ഓഫ് ഫണ്ട് ഫ്ലോ ക്ലിക്ക് ഓൺ ഹെൽപ്പ് ബട്ടൺ എടുക്കുക. അപ്പോൾ ഹെൽപ്പ് ഓപ്ഷൻ സ്ക്രീന് അപ്പിയർ ചെയ്യും. Select local help to access relevant topics on Tally ERP9 reference manual. Then Tally ERP9 reference manual displays the contents for particular screen. This facility is available on all screen in Tally ERP9. Users can also access online help available on knowledge base which contain frequently asked questions, troubleshooting articles on specific topics, tips quickly use Tally ERP9, case studies and need-based articles from time to time. All this is available at click on the button from Tally ERP9. നമുക്ക് ഓൺലൈൻ ഓപ്ഷൻസ് ഒക്കെ ടാലിയിലൊപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓൺലൈൻ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എടുത്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഹെൽപ്പേഴ്സിന്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് റിസീവ് ചെയ്യാവുന്നതാണ്, ഓൺലൈൻ സപ്പോർട്ട് റിസീവ് ചെയ്യാവുന്നതാണ്. By default, the searching field display local help. Select online help from list of help option.
ഹെൽപ്പ് ഓപ്ഷൻസിനകത്ത് ഓൺലൈൻ ഹെൽപ്പ് കൊടുക്കുക. കീവേഡ് സെർച്ച് നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഓപ്പറേഷൻ ഓൾട്ടറേഷൻ എന്നാണ് നമുക്കിപ്പോൾ ചെയ്യുന്നെങ്കിൽ ആ കീവേഡ് സെർച്ച് ചെയ്ത് അവിടെ കൊടുക്കുക. ദെൻ നോളജ് ബേസ് സ്ക്രീൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ആ നോളജ് ബേസ് സ്ക്രീൻ ഡിസ്പ്ലേസ് ടോപ്പിക്സ് കണ്ടെയ്നിങ് കീവേഡ് അപ്പിയേഴ്സ്. Then click on required link to open content reading. Then you can print or download the required content by clicking respective link and give your feedback. ഇങ്ങനെയുള്ള ഓൺലൈൻ ഹെൽപ്പ് ഫീച്ചറും ടാലിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻറ്റേജ് ആണ്. ഇത്രയുമാണ് ടെക്നോളജി അഡ്വാൻറ്റേജസ് ഇൻ ടാലിയിൽ വരുന്നത്.